സിറിയ അടക്കമുള്ള ഇതര ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി ജർമ്മനിയിൽ എത്തിയവർ കാലങ്ങളായി തുടർന്നുകൊണ്ടിരുന്ന ഒറ്റപ്പെട്ട തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്ത് ജർമ്മനിയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തന്നെ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജർമ്മൻ തെരുവിൽ ശക്തമായ പ്രകടനങ്ങൾ നടത്തിയിരിക്കുകയാണ് ഇസ്ലാമിസ്റ്റുകൾ. മാധ്യമങ്ങളിലൂടെ നടക്കുന്നത് കടുത്ത ഇസ്ലാമോഫോബിയ ആണെന്നും അത് പരിഹരിക്കാൻ ജർമ്മൻ ഭരണഘടന പോരാ, പകരം ഖിലാഫത്ത് തന്നെ സ്ഥാപിക്കണമെന്നും ജർമ്മനി കാട്ടുന്ന സ്വേച്ഛാധിപത്യ മൂല്യങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഏകദേശം 1000-ലധികം പേർ ശനിയാഴ്ച ഹാംബർഗിലെ സ്റ്റെൻഡാം സ്ട്രീറ്റിൽ മാർച്ച് നടത്തിയത്. ഇസ്ലാമോഫോബിയക്കെതിരെയുള്ള പ്രതിഷേധമാണെന്ന തരത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചതെങ്കിലും ജർമ്മനിയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കണമെന്നുള്ള അജണ്ടയായിരുന്നു പ്രതിഷേധത്തിന് അണിനിരന്ന ജനങ്ങൾക്ക് എല്ലാം ഉണ്ടായിരുന്നതെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അള്ളാഹു അക്ബർ എന്നും ലാ ഇലാഹ ഇല്ലല്ലാ എന്നും ആർത്തു വിളിച്ചുകൊണ്ട് തടിച്ചുകൂടിയ പുരുഷ ജനക്കൂട്ടമെല്ലാം ഖിലാഫത്താണ് ഏക പരിഹാര മാർഗമെന്ന ബോർഡുകൾ ഉയർത്തിപ്പിടിച്ചിരുന്നു. ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ പേരിൽ ഹാംബർഗിലെ ആഭ്യന്തര ഇൻ്റലിജൻസ് അന്വേഷിക്കുന്ന ഒരു ഗ്രൂപ്പായ മുസ്ലിം ഇൻ്ററാക്റ്റീവ് അടക്കമുള്ള തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകളാണ് ജർമ്മനിയെ പിളർത്തുന്നതിനുള്ള നീക്കങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സ്വീഡനിൽ ഖുറാൻ കത്തിച്ചതിനെതിരെ പ്രതിഷേധക്കാരെ അണിനിരത്തി പ്രകടനം നടത്തിയതും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധവുമായി രംഗത്ത് വന്നതും ഇവർ തന്നെയായിരുന്നു. റഹീം ബോട്ടങ് എന്ന് അറിയപ്പെടുന്ന ജോ അഡാളെ ബോട്ടങ് ആണ് ഈ തീവ്രവാദ ഗ്രൂപ്പിൻ്റെ നേതാവ്. അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ യുവജനങ്ങളെ ലക്ഷ്യമിട്ട് നൽകുന്ന ശക്തമായ തീവ്രവാദ ആഹ്വാനങ്ങൾ ധാരാളം ചെറുപ്പക്കാരെ ആകർഷിച്ചിട്ടുണ്ട്. ഈ തീവ്രവാദ സംഘം ഒരു പാൻ ഇസ്ലാമിസ്റ്റ് മതമൗലിക രാഷ്ട്രീയ സംഘടനയായ ഹിസ്ബ് ഉത് തഹ്രീറുമായി അഫിലിയേറ്റ് ചെയ്ത ഒരു തീവ്രവാദ ഇസ്ലാമിക സംഘടനയാണ്. ഇസ്ലാമിൽ വിശ്വസിക്കാത്ത അവിശ്വാസികളെ മുഴുവൻ കൊന്നൊടുക്കുവാൻ സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കിയ സിറിയൻ അഭയാർത്ഥികളായ ഒരു ചേട്ടനെയും അനിയനെയും ജർമ്മൻ പോലീസ് മുൻപ് കേപ്റ്റണിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതുകൂടാതെയാണ് ലൂയിസ്ബർഗിലെ ഒരു ജിമ്മിൽ മറ്റൊരു സിറിയൻ അഭയാർത്ഥി 4 ജർമ്മൻകാരെ മാരകമായി കുത്തി പരിക്കേൽപ്പിച്ചത്. ഇയാളും ഇസ്ലാമിൽ വിശ്വസിക്കാത്തവരെ കൊന്നൊടുക്കണമെന്നുള്ള അജണ്ടകളുമായി പ്രവർത്തിച്ച തീവ്രവാദിയായിരുന്നുവെന്ന് തെളിഞ്ഞിരുന്നു. അന്നൊക്കെ ഒളിഞ്ഞും ഒറ്റപ്പെട്ടും നടത്തിയിരുന്ന ഇസ്ലാമിക അധിനിവേശ ശ്രമങ്ങൾ ഇപ്പോൾ സകല അതിരുകളും ലംഘിച്ച് പരസ്യമായ വിഭജിക്കൽ, കീഴടക്കൽ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. വോട്ട് ബാങ്ക് കണ്ട് ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി വാദിക്കുന്ന രാഷ്ട്രീയക്കാർക്കും രാജ്യങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും ഇതൊരു വലിയ മുന്നറിയിപ്പ് തന്നെയാണ്.